നമ്മുടെ വീടുകളുടെ ടെറസിൻ്റെ മുകളിലും പച്ചക്കറി കൃഷി ചെയ്യാം എന്നുള്ളൊരു മാതൃകയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് ഞാൻ വിശദീകരിച്ച് കാണിക്കാം. ആദ്യമേ മുളക്. ഇതൊരു പ്രത്യേക ഇനം മുളകാണ്. ഇങ്ങോട്ട് നോക്കാം. ഒരുതരം നീണ്ട ക്യാപ്സിക്കം. പിന്നെ ഒന്ന് റൗണ്ട് ക്യാപ്സിക്കം. ഇത് എല്ലാം ചാക്കിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ ടൊമാറ്റോ, തക്കാളി. ഇത് ഈ സീസണിൽ സാധാരണ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്നതല്ലെങ്കിൽ എൻ്റെ പ്രത്യേക പരിചരണം കൊണ്ട് ഇത്രത്തോളം നന്നാക്കാൻ സാധിച്ചു. ഇത് പഴുത്തിട്ടില്ല. ഇനിയും ഇത് വളർന്ന് പഴുക്കുന്നതിന് 1 മാസം കൊണ്ടെടുക്കും. ഇതൊരു സാധാരണ ഇനമാണ്. നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഇനമാണ് ഈ കാണുന്നത്. പിന്നെ ഒരു പ്രത്യേക ഇനം ഇതിൽ ഉള്ളത് ഞാൻ കാണിക്കാം. ചെറി ടൊമാറ്റോസ് എന്നാണ് ഇതിൻ്റെ പേര്. ചെറി ടൊമാറ്റോസ്, ചെറിയ ടൊമാറ്റോസ് ആണ്. ഇതിൻ്റെ വിത്ത് എനിക്ക് കിട്ടിയത് അമേരിക്കയിൽ നിന്നും ഒരാൾ വന്നപ്പോൾ കൊണ്ടുവന്ന് എനിക്ക് തന്നതാണ്. നമ്മുടെ ഈ നാട്ടിൽ സാധാരണ ഞാൻ കണ്ടിട്ടില്ല. ഇതും വളരെ വിജയകരമായിട്ട് കൃഷി ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കും ഇതൊരു പുതുമയാണെന്ന് തോന്നുമായിരിക്കാം. നമ്മൾ പണ്ട് മുതലേ കൃഷി ചെയ്യുന്ന ഒരു പഴവർഗ്ഗമാണ് കൈത. ഞാൻ ഇത് ടെറസിൽ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇത് ചാക്കിലല്ല, ഇത് മണ്ണ് തന്നെ ഇവിടിട്ട് ഒരു 10 അടി വീതിയിൽ 10-20 അടി നീളത്തിൽ ബൗണ്ടറിയിൽ കല്ല് വെച്ച് അതിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് കൃഷി ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഒരെണ്ണത്തിന് ഫലം വന്നു. അത് അപ്പുറത്ത് കാണാം. സാമാന്യം നല്ല വളർച്ചയാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ഫലവും ഇതിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പാവൽ കൃഷി. ഇതും കൈത കൃഷി ചെയ്തതുപോലെ വീടിൻ്റെ ടെറസിൻ്റെ ചുറ്റും മണ്ണിട്ട് ഒരു ഫ്രെയിമേൽ മണ്ണ് ഉള്ളിലോട്ട് പോകാതിരിക്കാൻ ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് ആണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന ഒരു പാവലാണ്. ഇത് പാവയ്ക്കാണ്. ഈ പാവൽ നട്ടിരിക്കുന്നത് ഇവിടെ ടെറസിൻ്റെ ചുറ്റും ഞാൻ മണ്ണിട്ട് ആ മണ്ണ് വെളിയിലോട്ട് പോകാതിരിക്കത്തക്കവണ്ണം ഒരു ഫ്രെയിമേൽ തടഞ്ഞു നിർത്തി അവിടെ ആണ് ഇതിൻ്റെ വിത്തിട്ട് ചെടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനുണ്ടല്ലോ ഇത് സാമാന്യം നല്ലൊരു റിസൾട്ടാണ്. ഏറെ പാവയ്ക്ക ഉണ്ടാക്കാൻ സാധിച്ചു. നേരത്തെ കുറേ പാവയ്ക്ക ഞങ്ങൾ ഇതിൽ നിന്ന് പറിച്ച് വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ്. ബാക്കി നിൽക്കുന്നതാണ്. ഇത് പറിക്കാറായി നിൽക്കുന്നതാണ്. അടുത്തതായിട്ട് ഈ വെണ്ട ചാക്കിലാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത്. ഒരൊറ്റ വെണ്ടയേ ഉള്ളൂ ഇപ്പോഴും. അതിൽ നിന്ന് കുറേയേറെ വെണ്ടയ്ക്കായി ഞാൻ പറിച്ചത് ഒരെണ്ണം വിത്തിനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അതാണിത്, വിത്തിനായിട്ട് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ ഇതും വിത്തിന് നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ പറിക്കാറായി നിൽക്കുകയാണ്. നമുക്ക് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാൻ ഇത് ഞാൻ പറിക്കാനായിട്ട് ഇരുന്നതാണ്. അതും നമുക്ക് ഈ വെണ്ടയും ചാക്കിൽ കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഒരു കണ്ടുപിടുത്തമല്ല, മുൻപ് ചെയ്തിട്ടുണ്ട്, പലരും ചെയ്യുന്നുണ്ടായിരിക്കാം. പുതുമയല്ല.
അടുത്തതായിട്ട് ചീര കൃഷി. ചീര അതും ചാക്കിനകത്ത് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഈ ചീര തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടിൻ്റെ ടെറസിൻ്റെ ചുറ്റും മണ്ണിട്ട് ചീര കൃഷി ഇവിടെല്ലാം ചെയ്തിട്ടുണ്ട്. ചുറ്റുപാട് ഇങ്ങനെ ചീര കൃഷി ചെയ്യാം എന്നുള്ളതൊരു പ്രത്യേകം എടുത്തു പറയാവുന്ന കാര്യമാണ്. പോകുന്നത് കാപ്സിക്കം. ഈ കാപ്സിക്കം ഈ ഇനം നേരത്തെ കണ്ടതുപോലെയുള്ള വെറൈറ്റി തന്നെയാണ്. അത് വേറൊരു ചാക്കിനകത്ത് നട്ടിരിക്കുന്നുള്ളതേ ഉള്ളൂ. അത് ഇത് കുറച്ചുകൂടെ കാപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഇത് പഴുത്ത് നിൽക്കുകയാണ്. ഇതൊക്കെ പച്ച. ഇത് പറിക്കാറായി. അത് ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഈ പഴുത്തതൊക്കെ. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ഇനം ഇതും ഹോട്ട് പെപ്പർ ഇനത്തിൽ ഒരു പുതിയ വെറൈറ്റിയാണ് എന്നെ സംബന്ധിച്ച്. ഇതിൻ്റെ രണ്ടിൻ്റെയും വിത്തുകൾ എനിക്ക് സ്റ്റേജിൽ നിന്നും ഒരാൾ കൊണ്ടുവന്ന് തന്നതാണ്. ഇതും ശരിയായിട്ട് ഇലയുടെ നിറമായതുകൊണ്ട് ശരിയായിട്ട് കാണാൻ പ്രയാസമാണ്. ഇതിൻ്റെ ഒരു ക്ലോസപ്പ് കാണിച്ചു തരാം. നമ്മൾ സാധാരണ പണ്ട് മുതലേ കൃഷി ചെയ്യുന്ന ചെറുചേമ്പ് ഇനമാണിത്. അതും ചാക്കിൽ കൃഷി ചെയ്തിരിക്കുകയാണ്. ഞാനിത് മുൻപും ചെയ്തിട്ടുണ്ട്. നല്ല വിളവ് ഇതിൽ നിന്നും ലഭിച്ചിട്ടുമുണ്ട്. ഇത് നട്ടിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഫലമെടുക്കാറായിട്ടില്ല. ഈ കാണുന്നത് നമ്മൾ പണ്ട് മുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങ് ആണ്. അതും ചാക്കിലാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത്. മുൻപും ഞാനിങ്ങനെ ചാക്കിൽ കൃഷി ചെയ്തിട്ടുണ്ട്. നല്ലൊരു വിളവ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് 2 മാസത്തെ വളർച്ചയാണ്. ഇത് കണ്ടാട്ട് ഇത് ഈ ചെടികൾ വിത്ത് പാകി കിളിപ്പിച്ച് ഒരു സ്റ്റേജ് ആകുമ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് പറിച്ച് മാറ്റി നടുന്നത്. ഇത് പല ഇനങ്ങളുണ്ട് ഇതിനകത്ത്, പല വെറൈറ്റീസ്. ഇത് വെണ്ടയുടെ തൈയാണ്, ഇത് പാവലിൻ്റെ തൈ, ഇത് മുളകിൻ്റെ തൈ, ഇത് പയറിൻ്റെ തൈകൾ. ഇങ്ങനെ പോകുന്നു. വേറെയുമുണ്ട്. ഇതൊരു സാമ്പിളായിട്ട് ഞാൻ കാണിക്കുകയാണ്. ഇത് കുറ്റിപ്പയറാണ്. ഇതും ചാക്കിലാണ് നട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഏതാണ്ട് ഒരു ഒറ്റ ചെടിയിൽ നിന്ന് തന്നെ ഒരു കിലോ ഞാൻ പറിച്ച് കാണും. ബാക്കി നിൽക്കുന്നതാണ് ഇതൊക്കെ. ഇതിന് പൂ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു വിളവ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സാമ്പിൾ മാത്രം. ഇതുപോലെ വേറെയും ഉണ്ട് ചാക്കിനകത്ത്. ഇത് ചാക്കിലാണ് അകത്തുള്ള കൃഷിയാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ശീമപ്പയർ. ഇതിൻ്റെ കാകൾ ആയിട്ടില്ല. അതിൻ്റെ പുഷ്പങ്ങൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അത് കാണാമല്ലോ. ഇവിടെയുണ്ട്, വേറെയുമുണ്ട്. ഇതുപോലുള്ള വേറെ ചെടികളുമുണ്ട് ഇപ്പുറത്ത്. അതിൻ്റെ സാമ്പിൾ കാ ആയിട്ടില്ല. അതും ചാക്കിനകത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഒരു ചാക്കിൽ തന്നെ ഒരു കാച്ചിൽ ഞാൻ നട്ടിരിക്കുകയാണ്. അത് ചാക്കിനകത്ത് കുറച്ച് കൂടുതൽ മണ്ണിട്ടിട്ടുണ്ട്. കാച്ചിൽ താഴെയോട്ട് വളർന്നു പോകാനായിട്ട് അത് കൂടുതൽ മണ്ണിട്ടിട്ടുണ്ട്. മുൻപും ഞാൻ ഈ കൃഷി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സാമ്പിളാണ് ഇത്. ഇതിൻ്റെ വള്ളികൾ
ഇങ്ങനെ പടർത്തക്ക വണ്ണമുള്ള സംവിധാനങ്ങൾ മുകളിൽ ഒരുക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ചേന കൃഷിയും ഞാൻ ചാക്കിലൊരു പുതിയ പരീക്ഷണമായിട്ട് ഈ വർഷം തുടങ്ങിയതാണ്. മുൻപ് ഞാൻ ചാക്കിനകത്ത് വെച്ച് നോക്കിയിട്ടില്ല. ഇതിൻ്റെ വളർച്ച കണ്ടിട്ട് സാമാന്യം ഒരു നല്ല വലിപ്പത്തിലുള്ള ചേന കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ വേറെ 3-4 ചാക്കുകളിലും അത് ഈ ചേന കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ 2-3 ചാക്കിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തണ്ടിൻ്റെ വലിപ്പവും വളർച്ചയും കാണുമ്പോൾ കണ്ടിട്ട് അതിൻ്റെ ഫലവും മോശമായിരിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കണ്ടതൊക്കെ ഈ സീസണിൽ കൃഷി ചെയ്യാവുന്നതും പരീക്ഷണാർത്ഥം ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ള ചില ചെടികളെ പറ്റി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓരോ സീസണിലും മറ്റു ചില ഇനങ്ങളും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് വിജയകരമായിട്ട് കണ്ടിട്ടുമുണ്ട്. തൽക്കാലം ഇത്രമാത്രം. ഇത് കുമ്പളം നമ്മുടെ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കുമ്പളമാണിത്. ഇത് ഞാൻ എല്ലാ കാലത്തും കൃഷി ചെയ്യുന്നതാണ്. ടെറസിൻ്റെ മുകളിലും താഴെ നിലത്തും ചെയ്യാറുണ്ട്. ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ. പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നല്ല കാഫലം എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോഴും ഇതിൻ്റെ കാഫലം മോശമല്ലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാകളുണ്ടായി തുടങ്ങിയിട്ടില്ല, വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവസാനം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ മഴക്കാലത്തും ഈ ടെറസിൽ വെള്ളം വീഴാത്ത തരത്തിലുള്ള ഒരു റൂഫിങ്ങാണ് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്നത്. പോളി കാർബണേറ്റ് ഷീറ്റ് കൊണ്ടുള്ള റൂഫിങ്ങാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം, നമ്മൾ ഈ ട്രസ് വർക്ക് അലൂമിനിയം കൊണ്ടും മറ്റും ചെയ്യുന്നതിന് പകരം ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളം വീഴുകയില്ല. എന്നാൽ അതേസമയം ചെടികൾക്ക് ആവശ്യമുള്ള സൺലൈറ്റ്, ഫുൾ സൺലൈറ്റ് കിട്ടുകയില്ല. ഒരു 60 to 70% സൺലൈറ്റ് കിട്ടും. അത് നമ്മുടെ ഈ കാണിച്ച ചെടികൾക്കെല്ലാം ഇത് മതിയാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതിനല്പം വില കൂടുതലാണ് എങ്കിലും ഈ അലൂമിനിയം ഷീറ്റിനേക്കാൾ അല്പം കൂടെ വിലയെ ഇതിനുള്ളൂ. അത് 2 പർപ്പസും സെർവ് ചെയ്യും. മഴക്കാലത്ത് വെള്ളം ടെറസിൽ വീഴുകയില്ല. മഴക്കാലത്തും ഈ കൃഷികളൊക്കെ ചെയ്യാം. ഇതിനെ നനയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ നിന്നും വെള്ളം എടുത്താണ് നനയ്ക്കുന്നത്.